കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനായ പാസ്റ്റർ ജോജി ജോർജ്, ബഹുമാന്യനായ പാസ്റ്റർ PM ജോർജ്, ഈ ദൈവസഭയിലെ വിലപ്പെട്ട ദൈവമക്കൾ, എന്നോടുള്ള സ്നേഹ ബഹുമാനം മൂലം ഈ പ്ലാറ്റ്ഫോമിൽ പലയിടങ്ങളിൽ നിന്ന് ചേർന്നിരിക്കുന്ന എനിക്ക് വളരെ പ്രിയരായ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. നിങ്ങളുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ പാസ്റ്റർ ജോജി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിനങ്ങളിൽ നാം യോഹന്നാന്റെ 3-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് ചിന്തിക്കാനിടയായത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളൊരു TV കാണുന്ന കണക്ക് ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കരുത്. ശ്രദ്ധാപൂർവം കഴിയുമെങ്കിൽ എഴുതിയെടുത്ത് നിങ്ങളുടെ മുൻപിൽ ദൈവവചനം വെച്ച് ഭയഭക്തിയോടെ ആയിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് 3-ാമത്തെ ദിവസമാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഇന്ന് പകലിലെ സന്ദേശത്തിന്റെ തലക്കെട്ട് 3-ാം ദിവസം, the third day. The third day. വേദപുസ്തകത്തിൽ 3-ാമത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ആധാരമായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യം. ഹോശേയ chapter 6 verse 1 and 2. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അശ്രദ്ധ കാണിക്കുന്ന സമയം പ്രാർത്ഥനാ സമയം. ദയവീത് മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ഏകാഗ്രമായി ആ പ്രാർത്ഥനയെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയുടെ അവസാനം ആമേൻ ഉച്ചത്തിൽ പറയുന്നത് ശീലമാക്കണം. ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ആളുകൾ വാ തുറന്ന ഒരു ആമേൻ പോലും പറയാറില്ല. അതുകൊണ്ട് ദയവീത് അത് ശീലമാക്കുക. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ വിലപ്പെട്ട വചനത്തിന്റെ മുൻപിൽ വളരെ വിനയത്തോടും വളരെ ഭയത്തോടും വളരെ ആഗ്രഹത്തോടും വളരെ തുറക്കപ്പെട്ട ഹൃദയത്തോടും ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ഈ പുസ്തകം ചുമ്മാൻ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. കൃപയാൽ ഞങ്ങളെ അതിന് യോഗ്യരാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകലിലെ വചന കേൾവി പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരണം. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം. രോഗബന്ധനങ്ങൾ വിടുവിക്കപ്പെടണം. കർത്താവിന്റെ നാമം ഉയരണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. വേദപുസ്തകത്തിലെ ഒരു ചെറിയ പ്രവാചകനാണ് ഹോശേയ.
ചെറുത് എന്നത് ആ ആളുടെ വലിപ്പമോ ദൈവസാന്നിധ്യത്തിലുള്ള വിലയോ ശക്തിയോ ഒന്നും കൊണ്ടുള്ള അളവല്ല, മറിച്ച് പരാമർശ വിഷയം ചെറുതാണ് എന്നതുകൊണ്ട് മാത്രം. ഹോശേയ പ്രവാചകനെ C.S. ലൂയിസ് എന്ന മഹാനായ ദൈവദാസൻ, എനിക്ക് വളരെ പ്രിയനായ ഒരു എഴുത്തുകാരനാണ് C.S. ലൂയിസ്, ഹോശേയാവെ വിളിച്ചിരിക്കുന്നത് സിവിയർ മേഴ്സി എന്നാണ്, ഭയങ്കര ദയ. ദൈവത്തിന്റെ ഭയങ്കരത്വത്തെയും ദൈവത്തിന്റെ മഹാസമുദ്ര സമാനമായ ദയയെയും ചിത്രീകരിക്കുന്ന ഒരു ശ്രേഷ്ഠ പുസ്തകമാണ് ഹോശേയ പ്രവചനം. മുറിഞ്ഞുപോയ ഒരു വിവാഹ ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ കഥയാണ് ഈ പുസ്തകം. ചരിത്രം വിവരിക്കുന്നില്ല, എങ്കിലും ഒരു പ്രധാന കാര്യം പറയാതിരിക്കാൻ വയ്യ. വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കാൻ ദൈവം ഹോശേയാവിനോട് ആവശ്യപ്പെടുകയും ഗോമർ എന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും തുടർന്ന് ആ സ്ത്രീ തന്നെ ഉപേക്ഷിച്ച് തന്റെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യുന്നു. എന്നാൽ ഈ മനുഷ്യൻ ആ സ്ത്രീയെ അന്വേഷിച്ച്, ചരിത്രം പറയുന്നത് അവളെ ഉപയോഗിച്ച് അവളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ട അനേകരിൽ ഒരാൾ ചന്തയിൽ ഈ സ്ത്രീയെ നഗ്നയായി കൊണ്ടു നിർത്തി വിൽക്കാൻ വഴിയിൽ പോയ ഹോശേയാവ് ഓടിച്ചെന്ന് അവളെ വസ്ത്രം ധരിപ്പിച്ച് അവളെ വില കൊടുത്തു വാങ്ങി. ഇതൊരു കാരിക്കേച്ചർ. ഗോമർ പ്രതിനിധീകരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നന്യപ്പെട്ട ദൈവത്തിന്റെ ജനത്തെയും, ഹോശേയാവ് ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെയും ചിത്രങ്ങളാണ്. ദൈവത്തിന്റെ ജനം സമ്പൂർണമായി ദൈവത്തിൽ നിന്നകന്ന ഒരു കാലത്ത് വടക്കേ രാജ്യമായ ഇസ്രയേലിലെ പ്രവാചകനായ ഹോശേയാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവാലോചന തന്റെ സമൂഹത്തിലേക്ക് പകരുന്നതാണ് ഈ പുസ്തകം. അതിനകത്തൊരു സന്ദേശമുണ്ട്. ആരെല്ലാം ദൈവസാന്നിധ്യം വിട്ടുപോയാലും ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിക്കേണ്ടവന് പ്രാപിക്കാൻ സാധിക്കും. ഈ പകലിൽ ആമുഖമായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കാൻ ആളുകളില്ല എന്ന ഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ, ദൈവശബ്ദമായി നിൽക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ജ്വലിക്കണം. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയണം, ഐ വാണ്ട് ടു സ്റ്റാൻഡ് ആസ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശബ്ദമായി എനിക്ക് നിൽക്കണം. ഹോശേയാവ് അതിന്റെ ഒരു ചിത്രമാണ് നമ്മെ കാണിക്കുന്നത്. ആ കാലഘട്ടത്തെ കുറിച്ചുള്ള രണ്ടു ഭാഗം, ഭാഗം മുഴുവൻ ധ്യാനിക്കാം. രണ്ടു വാക്കുകൾ. 7-ാം അധ്യായം 9-ാം വാക്യം, അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. തങ്ങളിലുള്ള ദൈവശക്തി നഷ്ടപ്പെട്ടു പോയത്
അറിയാത്ത ഒരു സമൂഹം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ചിത്രമാണെന്ന്? ദൈവശക്തി തങ്ങളിൽ നിന്ന് ചോർന്നുപോയത് തിരിച്ചറിയാത്ത ഒരു ജനം. 5-ാം അധ്യായത്തിൽ മറ്റൊരു പദം, 2 പദങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. 5-ാം അധ്യായം 13-ാം വാക്യം, അവർ അശൂരിൽ ആശ്രയിച്ചു. അടുത്ത പദം ശ്രദ്ധേയമാണ്, നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല. ശക്തി ചോർന്നു പോയ ദൈവത്തിന്റെ ജനം ശക്തി ഉണ്ടെന്ന് ധരിച്ച് ചെന്ന് ആശ്രയിച്ചത് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന അശൂർ രാജാവിന്റെ അടുക്കലാണ്. അവന് അവരെ പൊറിപ്പിപ്പാൻ, സൗഖ്യമാക്കാൻ, മുറിവുണക്കുവാൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞിട്ടാണ് 6-ാം അധ്യായത്തിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്നത്. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. കം ബാക്ക് ടു ഗോഡ്. ഞാൻ ഈ കോവിഡ് കാലത്ത് നൽകുന്ന സന്ദേശങ്ങളുടെ ഒക്കെ അടിയിൽ കിടക്കുന്ന ചിന്ത, ദൈവസഭയെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. കം ബാക്ക് ടു ഗോഡ്. അതല്ലാതെ ഒരു വഴിയില്ല. ദൈവസാന്നിധ്യം അനുഭവിക്കാതെ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നെന്നു വേഷം കെട്ടുന്ന ആളുകളെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞുപോയി. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകളുമായെല്ലാം ഇതിനെ നിങ്ങൾ കണക്ട് ചെയ്യണം. അഭിനയ മികവ് കൊണ്ട് ആത്മീയരാണെന്ന് വരുത്തി തീർക്കുന്ന ആളുകളെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞുപോയി. എനിക്ക് വളരെ പ്രിയനായ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ടെലിഫോണിൽ കൂടി കരയുന്നു. അദ്ദേഹം പറയാണ്, പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചിന്റെ ജനറൽ ബോഡി സൂമിൽ കൂടി നടന്നു, ഭയങ്കര വഴക്കായിരുന്നു പാസ്റ്ററെ, എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്, ഇത്രയുമായിട്ടും ഇവർക്കൊരു വ്യത്യാസവും ഇല്ലല്ലോ. Come back to God. There is no other way. ആത്മീയരായവർ, ദൈവ ഭയമുള്ളവർ ഞെരുങ്ങി 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 ദുഃഖത്തിനകത്ത് കഴിയുമ്പോൾ മല്ലന്മാർ ദൈവസഭയ്ക്കകത്ത് വാഴുകയാണ്. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ജീസസ് ലവ്സ് യു, ജീസസ് ഈസ് വിത്ത് യു. ഇത്തരം മധുരവാക്കുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം മതിയെന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞുപോയി. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നെന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചോക്ലേറ്റ് പൊതിഞ്ഞ, ഒരു കഴമ്പുമില്ലാത്ത, നാടൻ ഭാഷയെ പറഞ്ഞാൽ ആളുകളെ സുഖിപ്പിക്കുന്ന പ്രസംഗങ്ങളല്ല ദൈവസഭയ്ക്ക് വേണ്ടത്. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാനുള്ള ദൈവശബ്ദമാണ് ദൈവസഭയ്ക്ക് വേണ്ടത്. Come back to God. വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കാണണം വിശ്വാസികൾ, സിനിമാ പാട്ടുകൾ, ഒരു ലജ്ജയുമില്ല.
ഒരു കുറ്റബോധവുമില്ല. പാട്ടുകൾ എഴുതുന്നത് പഴയ ദൈവദാസന്മാരുടെ പാട്ടിലെ വരികൾ മോഷ്ടിച്ച്, എന്നിട്ട് ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ ട്യൂൺ. ഹൗ ഡിസാസ്റ്ററസ്! എന്നിട്ട് ഇത് പാടി ആത്മാവിലാകുക. എന്താത്മാവാത്? കം ബാക്ക് ടു ഗോഡ്. ഞാനത് ഹൃദയം നൊന്തു പറയുക നിങ്ങളോട്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത വിശ്വാസ ഭവനങ്ങൾ, വേദപുസ്തകം തുറന്നു വായിക്കാത്ത വിശ്വാസികൾ, പ്രസംഗിക്കാൻ മാത്രം ബൈബിൾ തുറക്കുന്ന ഉപദേശിമാർ. We need repentance. ദൈവത്തിങ്കിലേക്ക് ചെല്ലുക. ദൈവത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക. ദൈവത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ചെന്നാൽ സ്വീകരിക്കാൻ തയ്യാറായി. മുടിയൻ പുത്രന്റെ പിതാവിന്റെ വാതിൽ എന്നും തുറന്നു കിടക്കുക. ചെന്നാൽ മതി. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് നമുക്ക് നല്ലത്. കോവിഡിനെ കുറിച്ചൊക്കെ ഈ പറഞ്ഞ വാർത്തയൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോവുക. കാരണം എൻ്റെ വീട്ടിൽ പത്രമില്ല, എൻ്റെ വീട്ടിൽ ന്യൂസ് കേൾക്കലില്ല, ഒന്നും അറിയത്തില്ല നടക്കുന്നതൊന്നും. ദൈവസഭകൾ ഒന്ന് വീണ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ദൈവമക്കളൊന്ന് വീണ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. നമ്മളൊന്നിനും മുടക്കം വരുത്തുന്നില്ല. ഓൺലൈൻ കൺവെൻഷൻ, ഓൺലൈൻ ഉപവാസ പ്രാർത്ഥന നല്ലത് തന്നെ. പക്ഷേ ദൈവത്തിങ്കലേക്ക് നോക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയല്ലേ? ഇന്നലെ രാത്രിയിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച പ്രിയൻ ബ്രദറിന്റെ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആദ്യത്തെ ദിവസം ജോർജായന്റെ പ്രാർത്ഥന, നിങ്ങൾ എൻ്റെ സന്ദേശത്തെ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി എന്നനുഭവിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അടുക്കൽ വീഴുക എന്ന് പറഞ്ഞാൽ 4 പാഠങ്ങൾ. 1, നാം അകന്നിരിക്കുന്നു എന്ന് നാം സമ്മതിക്കുന്നു. എന്റെ സന്ദേശം എന്നോടും കൂടെയാണ്. ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി പ്രസംഗിക്കുകയാണ്. ഞാനും സമ്മതിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. 2, നാം ശിക്ഷ അർഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. നാം ശിക്ഷ അർഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. 3, ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ബോധ്യം വരുന്നു. ഒരിക്കൽ ഞാനൊരു ഭവനം സന്ദർശിച്ചപ്പോൾ ആ ഭവനത്തിന്റെ കുടുംബനാഥൻ എന്നോട് പറഞ്ഞത്, സാറ് പാസ്റ്റർ ആയതുകൊണ്ടല്ല എന്റെ വീട്ടിൽ വരാൻ അനുവദിച്ചത്, സാറ് സെക്യുലർ ഫീൽഡിൽ വളരെ മാന്യമായ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അടുത്ത വാചകം, ഈ വീട്ടിൽ സാറ് ദൈവത്തെ കുറിച്ച് ഒരു വാക്കും പറയണ്ട, എനിക്ക് കേൾക്കണ്ട. ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നെങ്കിൽ, ദൈവമക്കളെ, നാം ഇങ്ങനെ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ
നാം വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. നാലാമത്തെ പാഠം, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മുഴങ്ങിയ ശബ്ദം അതാണ്. എനിക്ക് പറയാൻ അമാന്തമില്ല. സുവിശേഷ യോഗം എന്ന പേരിൽ നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്നതിൽ ഭൂരിപക്ഷവും സുവിശേഷ യോഗങ്ങളല്ല. മടങ്ങി വരൂ, മാനസാന്തരപ്പെടൂ എന്ന് പ്രസംഗിച്ചാലേ സുവിശേഷ യോഗമാകൂ. അതിനു പകരം വരൂ, നിങ്ങളുടെ കടം മാറും, വരൂ, നിങ്ങളുടെ പ്രശ്നം മാറും, അത് സുവിശേഷ യോഗമല്ല. സുവിശേഷ യോഗം എന്ന് പറഞ്ഞാൽ, മനുഷ്യ നീ പാപിയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്, ഈ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. മുതിർന്ന ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, പെന്തക്കോസിൽ ആരും കടം മാറും യേശുവിന്റെ അടുത്ത് വന്നാൽ എന്ന് പ്രസംഗിച്ച ഒരു ചരിത്രമില്ല പെന്തക്കോസിൽ. ഇപ്പൊ തുടങ്ങിയതാ ഇതെല്ലാം. കാരണം പെന്തക്കോസ് മറ്റൊരു പൗരത്വത്തെ വിശ്വസിക്കുന്നവരാണ്, മറ്റൊരു രാജ്യത്തിനായി കാത്തിരിക്കുന്നവരാണ്, മറ്റൊരു അനുഭവത്തിൽ വിശ്വസിക്കുന്നവരാണ്, മറ്റൊരു വാല്യൂ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം. വാക്യങ്ങൾ എടുക്കുന്നില്ല, നാം സ്വർഗീയ പൗരന്മാരാണ്, ഉയരത്തിലുള്ളത് ചിന്തിപ്പിന്. എത്ര വാക്യങ്ങൾ കാണിച്ചു തരാൻ കഴിയും? രണ്ടാം വാക്യം, ആ ഒന്നാം വാക്യത്തിലെ മനോഹരമായ പദം, അവനാണ് കീറിയത്, പക്ഷേ അവൻ സൗഖ്യമാക്കും. അവനാണ് അടിച്ച് മുറിവേൽപ്പിച്ചത്, പക്ഷേ അവൻ മുറിവ് കെട്ടും. എന്തോ ഒരു സാന്ത്വനമാണ് ആ വാക്കിനകത്ത്. പക്ഷെ എന്തു വേണം സൗഖ്യമാകാൻ, മുറിവ് കെട്ടാൻ എന്തു വേണം? അവന്റെ അടുക്കൽ ചെല്ലണം. There is no other way. ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്ന പരിഹാരത്തിന് ഒരു കുടുംബത്തെ കൊണ്ടുവന്നു. എന്നോട് ദൈവാത്മാവ് അവരുടെ സ്ഥിതിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എന്താ പാസ്റ്ററെ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല എന്ന്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മറുപടി കേൾക്കണോ നിങ്ങൾക്ക്? പാസ്റ്ററെ, അതിന് മുറിയിൽ കയറി വാതിലടച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നോക്ക്, എത്ര അപഹാസ്യമായിട്ടാണ് ദൈവവചനത്തെ കോട്ടിക്കളയുന്നത്. അവനൊരു കുറ്റബോധം പോലുമില്ല. ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നല്ലാതെ വിടുതൽ സാധ്യമല്ല, സാധ്യമല്ല. അവിടുന്നാണ് നാം രണ്ടാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. തോറ്റുപോയവരാണ് ഈ ജനം. ആരാധനയില്ല, ഈ യാഗമില്ല, സമർപ്പണമില്ല, ജാതികളോട് ഇടകലർന്നു, ജാതീയ ആരാധനയും ജാതീയ ദൈവങ്ങളെയും സേവിച്ചു. അർത്ഥം അതുകൊണ്ട് ജീവിതം തീർന്നുപോയി എന്നല്ല. തോൽവികൾ
അവസാന വാക്കല്ല. രാത്രി അവസാന വാക്കല്ല. ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് ജീവിതം തീരില്ല. പവിഴം തപ്പിപ്പോകുന്ന ഡൈവർ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പവിഴപ്പുറ്റു പൊളിച്ച് തന്റെ കൈ മുഴുവൻ മുറിയുമ്പോൾ ആ മുറിവിൽ അവൻ ഖേദിക്കുന്നില്ല. കാരണം തനിക്ക് ലഭിക്കാൻ പോകുന്നത് പവിഴമാണ്. സ്നേഹിതരെ, മുറിവുകൾക്കുള്ളിൽ നിന്ന് ദൈവത്തിനൊരു പവിഴത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് നാം തിരിച്ചറിയണം. നിന്റെ തോൽവികളിൽ നീ അവസാനിച്ചുകൂടാ. നിന്റെ തോൽവികളിൽ നീ തീർന്നു പോയിക്കൂടാ. ഈ തോൽവികളിൽ തുടരാൻ പാടില്ല. ഒരു ജയം നമുക്ക് ഈ മൂന്നാമത്തെ ദിവസം വേണം. രക്തം ജയം. ഹോശേയാവ് പറഞ്ഞ പ്രവചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അന്നത്തെ ജനത്തിന് കഴിഞ്ഞില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് അന്നത്തെ ജനം ഈ മൂന്നാം നാളിനെ വ്യാഖ്യാനിച്ചത്, ഒന്ന്, അവർ മിസ്രയീം പ്രവാസത്തിലായിരുന്നു, അവിടുന്ന് വിടുവിക്കപ്പെട്ടു. രണ്ട്, ബാബേൽ പ്രവാസത്തിലായിരുന്നു, അവിടുന്ന് വിടുവിക്കപ്പെട്ടു. മൂന്ന്, മിശിഹ വരുമ്പോൾ പൂർണ്ണ വിടുതൽ കിട്ടും. ഇങ്ങനെയാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചത്. മറിച്ച് ഹോശേയ പ്രവാചകൻ 850 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന നസ്രയന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വാക്കായിരുന്നു വിളിച്ചു പറഞ്ഞതെന്ന് തിരിച്ചറിയാൻ, ഉൾക്കാഴ്ച പ്രാപിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചു, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ ജനന മരണ ഉയർത്തെഴുന്നേൽപ്പുകൾ ഒരു യാദൃച്ഛികതകളല്ല. ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിനകത്ത് സംഭവിച്ചതാണെന്ന ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. രക്തത്താൽ ജയം. പഴയ നിയമത്തിലെ 3 നാളിന്റെ മൂന്നാം ദിവസത്തിലെ ചില വിശേഷതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുതിയ നിയമത്തിലെ ചില വിശേഷതകൾ ചൂണ്ടിക്കാണിക്കാം. 1, യോസഫിന്റെ തടവറ ജീവിതത്തിന്റെ 3-ാം വർഷമാണ് ഫറവോൻ യോസഫിനെ കണ്ടുമുട്ടുന്നത്. വാക്യങ്ങൾ എടുക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. നിങ്ങൾക്ക് റെഫറൻസ് താല്പര്യമുള്ളവർക്ക് എഴുതി വെക്കാം. ഉൽപ്പത്തി 41:1, ജനസിസ് 41:1. യോസഫിന്റെ തടവറ ജീവിതത്തിന്റെ 3-ാം വർഷത്തിൽ, ഇപ്പൊ 3-ാം നാൾ, 3-ാമത്തെ വർഷത്തിൽ യോസഫിനെ നോക്കി ഫറവോൻ പറയുന്ന അസാധാരണമായ ഒരു വാചകമുണ്ട്. ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുമോ? എനിക്ക് അത്ഭുതമാണ് ആ വാക്യം. അത്ഭുതമെന്നാൽ അത്ഭുതമാണ് എനിക്ക് ആ വാക്യം. യഹോവയായ ദൈവത്തെ അറിയില്ലാത്ത മിസ്രൈമിലെ രാജാവ് ഒരു ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, ഇതുപോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ. അതിനകത്തൊരു പ്രധാന സന്ദേശമുണ്ട്. ഫറവോനെ, താങ്കൾ എങ്ങനെയാണ് ഈ വാക്ക് പഠിച്ചത്? ദൈവാത്മാവെന്ന വാക്ക് പഠിച്ചത് എവിടുന്നാ? ഞാൻ ഉത്തരം പറയും. യോസഫ്
ഫറവോനെ കാണുമ്പോൾ രാജ്യകാര്യങ്ങൾ മാത്രമല്ല സംഭാഷിച്ചിരുന്നത്. യോസഫിന്റെ ദൈവത്തെക്കുറിച്ച് ഫറവോനോട് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളെ ഈ 3-ാം നാൾ പ്രബോധിപ്പിക്കുന്നു. നാം തമ്മിൽ കണ്ടാൽ നമ്മുടെ പ്രധാന സംഭാഷണ വിഷയം ദൈവവും ദൈവം നമ്മെ നടത്തിയ വഴികളുമായിരിക്കണം. മറ്റെല്ലാം നമുക്ക് അപ്രധാനമായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ എന്റെ ഒരു സന്ദേശത്തിലെ പ്രധാന വാചകം നോ മോർ എന്റർടൈൻമെന്റ്സ്. ഈ കോവിഡ് കാലത്ത് വേദപുസ്തകം വായിക്കാതെ സിനിമ കാണുന്ന വിശ്വാസി അല്ല 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 അല്ല. You need to kneel down before God. 2, യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നത് 3-ാം നാളാണ്. പുറപ്പാട് 19:11, Exodus 19:11. യഹോവയായ ദൈവം ജനം കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നത് 3-ാം നാൾ. ശുദ്ധീകരണത്തിന്റെ പ്രധാന ദിനം 3-ാം നാൾ. സംഖ്യ 19:2. ശവത്തെ തൊടുന്നവൻ 3-ാം ദിവസം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. ഇതിനൊക്കെ പ്രായോഗിക തലത്തിൽ അർത്ഥങ്ങളുണ്ട്, വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 4, എസ്തർ 5:1. രാജസന്നിധിയിൽ അനുവാദം കൂടാതെ എസ്തർ പ്രവേശിച്ചത് ഉപവാസത്തിന്റെ 3-ാം നാളിലായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക സന്ദേശമുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ബുദ്ധിക്ക് അപ്പുറമായ ആത്മധൈര്യം സംഭരിക്കും. രാജാവിന്റെ മുൻപിൽ പോയാൽ, അനുവാദം കൂടാതെ പോയാൽ ശിരസ് ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ ചെയ്യാൻ കഴിയാത്തത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവൻ 3-ാം നാളിൽ ചെയ്യും. രക്തത്താൽ ജയം. 4 കാര്യങ്ങൾ പറഞ്ഞു, 7 കാര്യങ്ങൾ പറയാം. 7നോട് എനിക്ക് വളരെ പ്രിയമാണ്. ഹിസ്കിയാവ് സൗഖ്യം പ്രാപിച്ച് ആലയത്തിൽ പോയത് 3-ാം നാളാണ്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 8-ാം വാക്യം. 3-ാം നാൾ. നമ്മുടെ ദൂതിന്റെ തലക്കെട്ട് നിങ്ങൾ മറക്കരുത്. മരണത്തെ അഭിമുഖമായി കണ്ട ഹിസ്കിയാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയ ദൈവപ്രവൃത്തി ആലയത്തിൽ വെളിപ്പെട്ടത് 3-ാം നാളിലാണ്. അടുത്തത് നമുക്കറിയാം, യോനായുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ. ദൈവത്തിന്റെ ഹിതത്തിനു വിരുദ്ധമായി, ദൈവേഷ്ടത്തിനു വിരുദ്ധമായി സഞ്ചരിച്ച യോനായെ ദൈവം എത്ര സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ് ആ മത്സ്യം. അതിനകത്ത് ഞാൻ നിങ്ങളോടൊരു പ്രായോഗിക പാഠം പഠിപ്പിക്കട്ടെ. ദൈവഹിതം വിട്ടു പോകുമ്പോൾ കാര്യങ്ങൾ സുഗമമാണെന്ന് തോന്നാം. തെളിവ്, തർശീസിലേക്ക് പോകാൻ
തുറമുഖത്ത് എന്നപ്പോൾ കപ്പൽ റെഡിയാ, വണ്ടിക്കൂലിക്ക് കാശുമുണ്ട്, കപ്പലിൽ സീറ്റുമുണ്ട്. ദൈവഹിതമാണെന്ന് നിർണയിക്കുന്നത് കാര്യങ്ങൾ സുഗമമാകുന്നത് കൊണ്ടല്ല. കാര്യങ്ങൾ സുഗമമായാൽ ദൈവഹിതമാണെന്ന് ധരിക്കരുത്. കാര്യങ്ങൾ പ്രയാസമുള്ളതാകുമ്പോൾ ദൈവഹിതമാകാം. തെളിവ് പൗലോസിന്റെ ഫിലിപ്പിയ യാത്ര. ഫിലിപ്പിയയിൽ ദൈവം അയച്ചിട്ടാ പോയത്, പക്ഷേ പ്രസംഗിക്കാൻ ഒരു പള്ളി പോലും കിട്ടിയില്ല. പുഴവക്കത്ത് പോയിരുന്ന സുവിശേഷം പറഞ്ഞു. തുറുങ്കിലടയ്ക്കപ്പെട്ടു. പക്ഷെ പിന്നത്തേതിൽ യൂറോപ്പിന്റെ സുവിശേഷത്തിന്റെ വാതിൽ ദൈവം തുറന്നു. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവഹിതമല്ലെന്നും പ്രതിസന്ധികളില്ലാത്തപ്പോൾ ദൈവഹിതമാണെന്നും നിർണയിക്കാൻ സാധ്യമല്ല. മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതട്ടെ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ മെസ്സേജ് അയച്ചു പറഞ്ഞു, പാസ്റ്റർ അല്പം സ്പീഡ് കൂടുതലാ, സന്ദേശം പൂർണ്ണമാക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അല്പം വേഗത കൂടി പോകുന്നത്, ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ഒരു പാസ്റ്ററിന്റെ ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങളായിരുന്നു. യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചയക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലെ ഒരു വാചകം, കർത്താവേ, തിരുഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്റെ ദാസനെ അങ്ങ് നിർത്തണമേ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഈ പ്രാർത്ഥന വാചകം വളരെ പ്രിയമായി, ഞാനിത് കടമെടുത്തോട്ടെ. അന്നു മുതൽ എൻ്റെ പ്രാർത്ഥനയിലെ ഒരു വാചകമാണ്, കർത്താവേ, തിരുഹിതത്തിന്റെ കേന്ദ്രത്തിൽ എന്നെ നിർത്തണേ. എൻ്റെ മാന്യ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നാം തിരുഹിതത്തിനകത്താണെങ്കിൽ അപ്രതിസന്ധിയെ കടക്കാനുള്ള ദൈവശക്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. നിശ്ചയമാണ്, നിശ്ചയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 ഉദാഹരണങ്ങളിലൂടെ പഠിക്കേണ്ട പ്രായോഗികമായ പല കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരാം. 3-ാം നാളിന്റെ സവിശേഷത. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 46-ാം വാക്യം. വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ട മകനെ യേശുവിന്റെ അമ്മയപ്പന്മാർക്ക് തിരികെ ലഭിച്ചത് 3-ാം നാളാണ്. ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ പകലിൽ ആത്മനിയോഗത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നഷ്ടപ്പെട്ടുപോയ സ്നേഹബന്ധങ്ങൾ മടക്കി വാങ്ങണം. നിങ്ങളെ ഗൾഫിൽ കൊണ്ടുവന്നവരെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? നിങ്ങളെ സ്നാനപ്പെടുത്തിയ ദൈവദാസനെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ചു വളർത്തിയവരെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? മടക്കി വാങ്ങണം ആ സ്നേഹബന്ധങ്ങൾ. കാരണം അത് ജീവിതത്തിൽ വളരെ വിലയേറിയതാണ്. എന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസനെ ഞാൻ താൻ പാർക്കുന്ന ദേശത്തുകൂടെ പോയാൽ കാണാതെ പോവില്ല. ഞാൻ എത്ര സമയം ഇല്ലെന്ന് വന്നാലും മാവേലിക്കരയിൽ ഞാൻ പോയാൽ ആ ദൈവദാസന്റെ വീട്ടിൽ ചെന്ന് തന്നെ കാണും. ഞാൻ ബഹുമാനിക്കുന്ന
എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കൈത്താങ്ങിയ മുതിർന്ന ദൈവദാസന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്ത് അവരുടെ ക്ഷേമം അന്വേഷിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നന്ദികേട് അരുത് ജീവിതത്തിൽ. ആത്മീയന്റെ ലക്ഷണമാണ് നന്ദി. എന്നോട് എത്രയോ ദൈവമക്കൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, ഉപകാരം ചെയ്തിട്ട് പറയുകയല്ല, പക്ഷേ അവൻ ഇന്ന് എന്നെ കണ്ടാലൊന്നും മിണ്ടുക പോലുമില്ല. എന്റെ ചോദ്യം, എന്ത് ആത്മീയതയാണത്? എന്ത് ആത്മീയതയാണ് ഇത്? പുസ്തകം പറയുന്നു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പെന്തക്കോസ്റ്റിലെ റിട്ടയർഡായ ദൈവദാസന്മാരെ തീർത്തും അവഗണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അത് ദുഃഖകരമാണ്, വളരെ അമാതൃകയാണ്. നാം ശീലമാക്കണം മുതിർന്ന ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ. കാരണം അവർ കർത്താവിന്റെ കൂടെ ദീർഘവർഷങ്ങൾ നടന്നവരാണ്. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ മടക്കി വാങ്ങണം. 3-ാം നാൾ അമ്മയപ്പന്മാർ കൈവിട്ടുപോയ മകനെ തിരികെ കിട്ടി. ബന്ധങ്ങൾ മടക്കി കിട്ടുന്ന ദിവസമായി തീരട്ടെ ഈ 3-ാം നാൾ. ഒരു വാക്ക് മതി സഹോദര. ക്ഷമമാണോ അങ്കിളെ, ക്ഷമമാണോ പാസ്റ്ററെ എന്നൊരു ഫോൺ കോൾ. എന്നോട് നിങ്ങൾ പരിഭവിക്കല്ലേ. ഏറ്റവും നന്ദി കുറഞ്ഞവരാ നമ്മുടെ ആളുകളെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പാസ്റ്റർമാരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നന്മ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് നന്മ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവദാസന്മാരെ അവർ ഓർക്കുക പോലുമില്ല. നന്ദികേട് വരരുത് നമ്മുടെ ജീവിതത്തിൽ. സാന്ദർഭികമായി ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തത്, 3-ാം നാൾ കാനാവിലെ ഒരു വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി. യോഹന്നാൻ 2:1. 3-ാം നാളിൽ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണം ഉണ്ടായി. എനിക്കറിയത്തില്ല 3-ാം നാളിന്റെ അർത്ഥം എന്താ. പല വ്യാഖ്യാനങ്ങളും ഞാൻ വായിച്ചു, ഒന്നും എനിക്ക് ബോധ്യപ്പെട്ടില്ല. ചിലര് പറയുന്നത് യഹൂദ വിവാഹം പല ദിവസങ്ങളാണ്, അതിന്റെ 3-ാം പക്കമാണ്. എനിക്ക് ബോധ്യപ്പെട്ടില്ല. നമുക്ക് ആത്മാവിൽ ബോധ്യപ്പെടും വിശദീകരണങ്ങൾ. മറ്റൊരു കൂട്ടർ പറയുന്നത് കർത്താവ് നടന്നു വരാൻ 3 ദിവസം എടുത്തു, ആ 3-ാം ദിവസമാണത്. എന്തുമാകട്ടെ, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു 3-ാം നാളിൽ. അതിന്റെ വർണ്ണനയൊന്നും ഞാൻ എടുക്കുന്നില്ല. അതിന്റെ അർത്ഥം, അപമാനിതരായി തലകുനിക്കേണ്ട സാഹചര്യത്തെ ആനന്ദമാക്കി മാറ്റി 3-ാം നാളിൽ. ഹല്ലേലൂയ. ആവർത്തിക്കുന്നു, അപമാനിതരായി തലകുനിക്കേണ്ട സാഹചര്യത്തെ നസ്രയൻ അഭിമാനത്തിന്റെയും ആനന്ദത്തിന്റെയും നാളാക്കി മാറ്റി. അതിനകത്ത് ഇന്ന് പകൽ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. നസ്രയൻ വന്നാൽ അപമാനം ആനന്ദമായി മാറും. അപമാനിക്കപ്പെടേണ്ടവർ അഭിമാനികളായി എഴുന്നേറ്റ് നിൽക്കും. എനിക്കൊരു അമാന്തവുമില്ല. എന്നെ വളർത്തിയത് യേശുവാണെന്ന് ആരുടെ മുമ്പിലും പറയാൻ. ഞാൻ എൻ്റെ ജോലി വിട്ട് തിരിച്ചു വരുമ്പോൾ
അവര് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ പരസ്യമായി പ്രസ്താവിച്ചു, വാട്ട് ഐ എം ടുഡേ ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് എന്ന് പറയും ആളുകൾ. ഗോഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും കൊള്ളത്തില്ല. പക്ഷേ എന്നെ നടത്തിയത്, എന്നെ വളർത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. വളരെ പ്രധാനമായി നിങ്ങളോട് പറയാം. എന്റെ വീടിന്റെ വാതിക്കൽ വി ഗ്രീറ്റ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗൃഹപ്രവേശനത്തിന് വന്ന എൻ്റെ ഒരു സ്നേഹിതൻ 10-15 വർഷം മുമ്പാ ഊണൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറയാണ്, സേവ്യർ ജെയിംസ്, ആ വീടിന്റെ വാതിക്കെ എഴുതി വെച്ചേക്കുന്നില്ലേ, വി ഗ്രീറ്റ് യു ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് എഴുതിയാ പോരായിരുന്നു? ഞാൻ പറഞ്ഞു, ഗോഡ് തന്നെയാ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ എന്റെ ഗോഡ് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ദൈവത്തിനു മഹത്വം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, കർത്താവിനെ ഉയർത്തൂ നിന്റെ ജീവിതത്തിൽ. നിന്റെ അപമാനത്തെ അവൻ അഭിമാനമാക്കി മാറ്റും. Be proud to be a witness of Christ. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ യോഗത്തിൽ ഒരു ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ടു. അവൻ ചില നാള് കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നപ്പോൾ മറ്റൊരാൾ ആ സമയത്ത് വീട്ടിലുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ പെട്ടെന്ന് കുശലം പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ അറിയുമോ? നീ മാനസാന്തരപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, അയ്യോ, ഞാൻ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറെ നാള് ജോലി ചെയ്തതാ. അയാള് പോയി കഴിഞ്ഞ് ഈ സഹോദരൻ എന്നോട് പറയുക, പാസ്റ്ററെ, ഞാൻ അയാളുടെ കൂടെ എത്ര കൊല്ലം ജോലി ചെയ്തു, അയാൾ ഒരു പ്രാവശ്യം പോലും കർത്താവിനെ കുറിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സ്നേഹിത, കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. യേശുവിനെ കുറിച്ചുള്ള ഒരു വാക്കുമതി ചിലപ്പോൾ ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ. ഈ ദൈവദാസൻ എത്ര അനുഭവങ്ങൾ ആ നിലയിൽ പങ്കിടാനുണ്ട്. തകർന്നു പോകാമായിരുന്ന, ആത്മഹത്യയുടെ മുനമ്പിൽ പോയി നിന്ന എത്രയോ മനുഷ്യർ വ്യത്യാസപ്പെടാനിടയായി യേശു എന്ന നാമത്തിന്റെ ശക്തി കൊണ്ട്. രക്തത്താൽ ജയം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബന്ധം തിരികെ ലഭിച്ച ദിനം. 2, അപമാനം ആനന്ദമാക്കിയ ദിനം. 3, കർത്താവിന്റെ അസാധാരണമായ പ്രസ്താവന. യോഹന്നാൻ 2:19, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. കർത്താവ് തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാ പറഞ്ഞതെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് ഞാൻ മറ്റൊരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. യെരൂശലേം ദേവാലയത്തിന്റെ പ്രൗഢിയിൽ അഭിമാനിക്കുന്നവനാണ് യഹൂദൻ. ഇത്ര പ്രൗഢ ഗംഭീരമായ ഈ ദേവാലയത്തിന്റെ പ്രൗഢിയുടെ മുൻപിൽ ഗലീലയിലെ ആശാരിക്ക് എന്ത് വിലയാ? ഗലീലയിലെ ആശാരി വിളിച്ചു പറയുകയാണ്, ഈ മന്ദിരത്തെക്കാൾ വലിയവനാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ആരാധനയുടെ അർത്ഥം മാറ്റിയ ദിവസമാണ് 3-ാം നാൾ. ഞാൻ ആവർത്തിക്കുന്നു, ആരാധനയുടെ അർത്ഥം മാറ്റി. എവിടെ ഇരുന്നാലും കർത്താവിനെ വിളിക്കാം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ദൈവം വരും എന്ന തിരിച്ചറിവ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തിരിച്ചറിവുകളിൽ ഒന്നാണ്. ഞാൻ ഇസ്രയേലിൽ പോയാ സ്നാനപ്പെട്ടത് എന്നൊരാള് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കിക്കോണം, ഇയാൾക്ക് സ്നാനത്തിന്റെ അർത്ഥമേ അറിയത്തില്ല. കാരണം അയാൾ അഭിമാനം കൊള്ളുന്നത്
സ്നാനപ്പെട്ടതിലല്ല, മറിച്ച് ഇസ്രയേലിൽ പോയി സ്നാനപ്പെട്ടതില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ വേദപുസ്തകം വായിച്ചല്ല മാനസാന്തരപ്പെട്ടത്, ഞാൻ വെളിപ്പാട് കണ്ട മാനസാന്തരപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, ആൾക്ക് വേദപുസ്തകം എന്താണെന്ന് അറിയത്തില്ല. വേദപുസ്തകം വായിച്ച് മാനസാന്തരപ്പെടുന്നതിന്റെ മഹത്വം, ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുന്നതിന്റെ മഹത്വം, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാത്തവരായുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ദൈവവചനം അനുസരിച്ച് സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്ന ദിവസമായി ഇത് മാറണം. The greatest obedience a man can ever do in life. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുസരണം, അതാണ് സ്നാനം. എന്റെ കേൾവിക്കാർ ആരെങ്കിലും ഇന്ന് പകൽ, എനിക്കറിയില്ല, ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ് ഇത് വിളിച്ചു പറയാൻ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കുന്ന ദിവസമായി മാറണം. ഈ 3-ാം നാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുസരണത്തിന്റെ പ്രഖ്യാപനമായി മാറണം. രക്തം ജയം. മുന്നോട്ട് വരട്ടെ, ഒരു പാഠം കൂടെ പറയാം. മത്തായി 27:63 പീലാത്തോസിനോട് പുരോഹിത വർഗം വന്നു പറയുന്ന അപമാനകരമായ ഒരു വാചകം. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അവർ വളരെ അപമാനിതമായി പറയുന്ന വാചകമാണിതെങ്കിലും ഞാൻ തിരിച്ചറിയുന്നു, അവരെ കൊണ്ടിത് പറയിപ്പിച്ചത് ദൈവമാണ്. നമ്മെ അപമാനിക്കാൻ ആളുകൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. തെളിവ് തരാൻ ഞാനിവിടെ. അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് കല്ലറയ്ക്ക് കാവൽ കൂട്ടം വേണം. കല്ലറയ്ക്ക് കാവൽ കൂട്ടം വെച്ച് മുദ്ര വെച്ചു സീസറിന്റെ. ഞാൻ ആ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ കോൽമയിർ കൊള്ളും. ദൈവത്തിന്റെ മഹത്വത്തിന്റെ തെളിവ് കണ്ടോ? മാനവ ചരിത്രത്തിൽ എവിടെയെങ്കിലുമുണ്ടോ ഒരു ശവത്തിന് പട്ടാളം കാവൽ നിന്നത്? എന്താ ഇതിന്റെ അർത്ഥം? കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വെറും കെട്ടുകഥയാണ് എന്ന് നാളെ ലോകം പറയാതിരിക്കാൻ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ റോമ പട്ടാളത്തെ കാവൽ നിർത്തിച്ചു സ്വർഗത്തിലെ ദൈവം. എന്റെ മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എതിരെന്ന് തോന്നി ശത്രു ചെയ്യുന്ന പ്രവൃത്തികളെ അനുഗ്രഹവും വിജയവുമാക്കി മാറ്റാൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. 3-ാം ദിവസം അപ്പൊ അത് ശ്രദ്ധിക്കൂ. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം ഇവിടെ വീണ് തീരത്തില്ല എന്നാണ് ആ സന്ദേശം. എന്താണ് ഈ 3-ാം ദിവസം നമുക്ക് നൽകുന്ന
പ്രധാനപ്പെട്ട ആശയങ്ങൾ, 6 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് മാത്രം ഞാൻ തിരഞ്ഞെടുത്ത വാക്കുകളാണ്. 1, ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും. ലൂക്കോസ് 18:31, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവർത്തിയാകും. വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ നിവർത്തിയാകുക തന്നെ ചെയ്യും. നിശ്ചയം. എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആത്മീക വർധനവിന് വേണ്ടി. കുറച്ച് വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനായ സുവിശേഷകൻ എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടിൽ. എനിക്ക് കുഞ്ഞിലേ തൊട്ടറിയാവുന്ന ഒരു പയ്യൻ. സുവിശേഷ വേല ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളായിരുന്നു. അവൻ പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു, സേവ്രജ, അച്ചായനെ ദൈവം നേപ്പാളിലേക്ക് അയക്കും. ഒരു 5-8 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്താ അയാൾ അങ്ങനെ പറഞ്ഞേ? വെറുതെ അങ്ങ് പറഞ്ഞതായിരിക്കും. നേപ്പാളുമായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല. നേപ്പാളിൽ എനിക്ക് ആരെയും അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, 2018 നേപ്പാളിലെ ഒരു ദൈവദാസൻ പാസ്റ്റർ ടോണി തോമസ്, സാധാരണനായ ഒരു ചെറുപ്പക്കാരനാണ്. ബാംഗ്ലൂരിൽ SABCയിൽ അധ്യാപകനായിരിക്കുമ്പോൾ അവിടുന്ന് ദൈവം ദർശനം കൊടുത്ത് തൻ്റെ 3 കുഞ്ഞുങ്ങളുമായി നേപ്പാളിലെ പാർസ എന്ന വളരെ അപരിഷ്കൃതമായ ഒരു ഗ്രാമത്തിൽ പോയി പാർത്ത് സുവിശേഷ വേലക്കാരെ ട്രെയിൻ ചെയ്ത് നേപ്പാളിലെ മലകളിലേക്ക് അയക്കുന്ന ശ്രേഷ്ഠമേറിയ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു മിഷണറി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരാഴ്ചത്തേക്ക് നേപ്പാളിൽ വരണം. നേപ്പാളിൽ ഒരു ബൈബിൾ സ്റ്റഡി 1 മാസത്തെ എടുക്കണം. അതിൽ ഒരാഴ്ച പാസ്റ്റർ വരണം. ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നതിന്റെ കാരണം, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കില്ല. He keeps his word. കർത്താവ് തന്റെ വാക്ക് പാലിക്കും. സ്നേഹിത, സാഹചര്യങ്ങൾ അല്ല നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നമ്മുടെ ഭാവി നിർണയിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. 2ാമത്തെ പാഠം വേഗത്തിൽ. പാസ്റ്റർ എത്ര മിനിറ്റ് കൂടെ എനിക്ക് എടുക്കാം? 5 മണി വരെയാണ്. എന്തോ കേട്ടില്ല? 15 മിനിറ്റ്സിൽ എടുത്ത കുഴപ്പമില്ല. താങ്ക് യു. വേണ്ട. 2ാമത്തെ പാഠം, കർത്താവ് പറയുന്നത് പോലെ ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 8ാമത്തെ വാക്യത്തിലൊരു പ്രയോഗം, അവർ അവന്റെ വാക്ക് ഓർത്തു. നമ്മളൊക്കെ വാക്ക് മാറും. കർത്താവ്, നാം വാക്ക് മാറാൻ പാടില്ല. പക്ഷെ മനുഷ്യൻ വാക്ക് മാറും. കർത്താവ് ഒരിക്കലും വാക്കുമാറില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്ന മനോഹരമായൊരു പ്രസ്താവനയുണ്ട്. ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവൻ.
സാഹചര്യം മാറുമ്പോൾ മാറാത്ത ഒരുവൻ, മാറാത്ത വാക്കുകൾ അതുപോലെ ചെയ്യുന്നവൻ, ഈ മൂന്നാം നാൾ നമ്മോട് വിളിച്ചു പറയുകയാണ്, കർത്താവ് പറയുന്നത് പോലെ തന്നെ ചെയ്യും. Come what may, he will do it. മൂന്നാമത്തെ പാഠം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവശക്തിയെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും. 24-ാം അധ്യായം 32-ാം വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? യേശുവിന്റെ ഉയർപ്പ്, മൂന്നാം നാളിലെ ഉയർപ്പ് എനിക്ക് ദൈവശക്തിയാണ്. പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എത്ര ശ്രേഷ്ഠമായിട്ടാണ് അത് വർണ്ണിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥം. എന്റെ പ്രസംഗത്തെ ശ്രേഷ്ഠമാക്കുന്നത് ആ മൂന്നാം നാളാണ്. ആ മൂന്നാം നാളില്ലെങ്കിൽ എന്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ആ മൂന്നാം നാളാണ് മാനവരാശിയുടെ പ്രത്യാശ. ജീസസ് ഈസ് ദ ഓൺലി ഹോപ്പ്. 4, ആ മൂന്നാം നാൾ സമാധാനം പകരുന്ന നാളാണ്. ലൂക്കോസ് 24:47-36 കർത്താവ് പറയുന്ന വാചകം, നിങ്ങൾക്ക് സമാധാനം. ജീസസ് gives ultimate peace. നമ്മുടെ മനുഷ്യർക്ക് തീർത്തും സമാധാനമില്ലാത്തൊരു ലോകമാണ്. ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരി എന്നോട് പറയാണ്, പാസ്റ്റർ അങ്കിളെ, ഞാൻ കോവിഡ് വാർഡിലാണ് ജോലി ചെയ്യുന്നത്. എന്റെ ചുറ്റിലും ആളുകൾ മരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഭയവുമില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും. നാളെ കുറിച്ച് ഭീതിപ്പെടുന്ന ഒരു ലോകത്തിൽ നമുക്കിന്ന് പകലിൽ പറയണം, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും എനിക്കറിയാം, എനിക്കൊരു ദൈവമുണ്ട്. ദൈവസമാധാനം വാഴട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ മൂന്നാം നാളിൽ. ഇന്ന് പകലിൽ നിങ്ങൾ ഏതു വിഷയത്തിൽ ആകുലപ്പെട്ടിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ആകുലതകളെ എടുത്തു കളയാൻ ക്രൂശിതന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാരണമായി തീരട്ടെ. രക്തത്താൽ ജയം. 4 പാഠം പറഞ്ഞു, 2 പാഠം കൂടെ പറയാം. 24-ാം അധ്യായം 47-ാമത്തെ വാക്യം, അവന്റെ നാമത്തിൽ മാനസാന്തരം, പാപമോചനം. അർത്ഥം, മോചനം എന്ന വാക്ക് അടിവരയിടണം. ബന്ധനങ്ങൾ അഴിക്കുന്നു. മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ്. അവന്റെ നാമത്തിന്റെ ശക്തി മോചനം നൽകുന്നു. മദ്യപിക്കുന്നയാള് മദ്യപാനം കുറച്ചു വന്നിട്ട് ഒരു ദിവസം നിർത്തുന്നതിന്റെ പേരല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മുഴുവനായും പഴയ സ്വഭാവം ഇല്ലാതാകലാണ്. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതാക്കപ്പെടുന്നു.
ജീസസ് ഗിവ്സ് ഡെലിവറൻസ്. ഇന്ന് പകലിൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഏതു ബന്ധനവും അഴിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ് യേശുക്രിസ്തു. ഒരു പാഠം കൂടെ, 48-ാം വാക്യം, നിങ്ങൾ അവന്റെ സാക്ഷികൾ ആകും. മൂന്നാം നാളിലെ അവന്റെ ഉയർപ്പാണ് എന്നെ സാക്ഷിയാക്കി മാറ്റിയത്. ജീസസ് ഹാസ് റിസൺ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ് എന്നെ അവന്റെ സാക്ഷിയാക്കുന്നത്. മഹാനായ ദൈവദാസന്റെ വാക്കിൽ കടമെടുത്ത് ഞാൻ പറയട്ടെ, വാട്ട് എ ബുക്ക് വി ഹോൾഡ്. നാം പിടിച്ചിരിക്കുന്നത് എത്ര മഹത്തായൊരു ഗ്രന്ഥമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചെങ്കിൽ ഇനിയും ഈ പുസ്തകത്തിൽ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. It is so glorious that I can carry this book in my hand. മൂന്നാം നാൾ മാനവ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ നാൾ. നിരാശരായ മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന നാൾ. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠം കൂടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, 3 പ്രാവശ്യം നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഈ മൂന്നാം നാളിൽ 3 പ്രാവശ്യം കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം അവസാനിപ്പിക്കുന്നത്, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. We will live forever. നാളെ അവസാനിക്കുന്ന ഒരു ജീവിതമായിരുന്ന എന്റെ ജീവിതത്തെ നിത്യതയോളം ജീവിക്കുന്ന ജീവിതമാക്കി മാറ്റി അവന്റെ മൂന്നാം നാൾ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇതിലും ഭാഗ്യകരമായ ഒരു ജീവിതം ആർക്ക് കഴിയും? വാട്ട് എ പ്രിവിലേജ് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാൻ കൊള്ളാവുന്നത് അവന്റെ മൂന്നാം നാളിലെ ഉയർപ്പ് എന്റെ ജീവിതത്തെ മാറ്റി. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഈ മൂന്നാം നാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ അന്ത്യം കുറിക്കുന്ന ദിനമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തെ വിടാതെ പിന്തുടരുന്ന പാപ സ്വഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിന് അന്തം വരുന്ന ദിനമായി മാറട്ടെ. നിങ്ങളെ ആകുലപ്പെടുത്തുന്ന ആകുലതകൾക്ക് അന്തം വരുന്ന പകലായി മാറട്ടെ. നിങ്ങളെ നിരന്തരം പോരാടുന്ന രോഗബന്ധനങ്ങൾ അഴിയുന്ന മൂന്നാം നാളായി ഇത് മാറട്ടെ. നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ മടക്കി വാങ്ങുന്ന മൂന്നാം നാളായി മാറട്ടെ. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ, ഈ വചന കേൾവിയോടുള്ള വിധേയത്വത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ
അതത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ വീഡിയോ ഒന്നും എനിക്ക് കാണണ്ട, ദൈവം മാത്രം കണ്ടാൽ മതി. ഞാൻ നിങ്ങളോടൊപ്പം എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. രക്തത്താൽ ജയം. നിങ്ങളോടൊപ്പം ഈ 3-ാം നാളിൽ, കഴിഞ്ഞ 3 ദിനങ്ങളിലെ അവസാനത്തെ പകലിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ വിനയത്തോടെ ഞാൻ നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. തോൽവി അവസാന വാക്കല്ല, രാത്രി അവസാന വാക്കല്ല, ദുഃഖ വെള്ളിയാഴ്ച അവസാന വാക്കല്ല. രാത്രിക്കും അപ്പുറം ഒരു പകൽ അവശേഷിക്കുന്നുണ്ട്. തോൽവി കൊണ്ട് ജീവിതം തീരില്ല. തോറ്റുപോയെന്ന് നസ്രയനെ കുറിച്ച് വിധി എഴുതിയവർ അവന്റെ നിർജീവമായ ശരീരത്തെ പോലും ഭയന്നതുകൊണ്ട് കാവൽ കൂട്ടത്തെ നിർത്തി മുദ്ര വെച്ചെങ്കിൽ ഷഖാറിമാസിയാന അവൻ തന്റെ വാക്ക് പാലിച്ചു. അവന്റെ വിശ്വസ്തതയുടെ ശബ്ദം ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തെ തൊടട്ടെ. പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ, കർത്താവ് നൽകിയ അധികാരത്തിൽ എന്റെ കേൾവിക്കാരായ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുമാകട്ടെ, അതിന്റെ മുകളിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെടട്ടെ. ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നൽകിയ അധികാരത്തിൽ, യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.